നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. അതിപ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL മാസപ്പടി കേസിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. 185 കോടിയുടെ അഴിമതിയെന്ന് IT SFIO അന്വേഷണ റിപ്പോർട്ട്. ഡൽഹി ഹൈക്കോടതിയിൽ രേഖകൾ സമർപ്പിച്ച് കേന്ദ്രവും ആദായനികുതി വകുപ്പും. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി സർക്കാരിന് കനത്ത തിരിച്ചടി. ഖജനാവിന് 2026 കോടി നഷ്ടമുണ്ടായെന്ന് CAG റിപ്പോർട്ട്. ലൈസൻസ് അനുവദിച്ചതിൽ വൻ വീഴ്ച. മുൻ US പ്രസിഡന്റ് ജോർജ് W. ബുഷിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി. 2005 തനിക്ക് US വിസ നിഷേധിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോടുള്ള അവഹേളനമെന്ന് നരേന്ദ്രമോദി. നടപടി വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിലെന്നും ആദ്യ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ മോദി. जब बीच में आपने मुझे सवाल पूछा था सेटबैक, मैं मुख्यमंत्री था एक डेमोक्रेटिक इलेक्टेड गवर्नमेंट का, और अमेरिकन सरकार ने मुझे वीजा देने से मना कर दिया था. व्यक्ति के जीवन में तो मेरे लिए कोई अमेरिका जाना नहीं जाना कोई बड़ी चीज थी. मैं पहले भी जा चुका था. कोई बहुत मेरे थे. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിൽ നിർണായക ചുവടുവയ്പുമായി ISRO. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 230 മീറ്ററായി കുറച്ചു. ലോസ് ഏഞ്ചൽസിൽ നാശം വരിച്ച് കാട്ടുതീ. മരണം 11. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. വിശദമായ വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL മാസപ്പടി കേസിൽ 185 കോടിയുടെ അഴിമതിയെന്ന് കേന്ദ്രം. കണ്ടെത്തൽ SFIO അന്വേഷണത്തിൽ. കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് നടത്തിയത് സങ്കല്പിക്കാൻ പോലുമാകാത്ത അഴിമതി. CMRL ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി അഴിമതി പണം കണക്കിൽപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും അനധികൃതമായി പണം നൽകി. അന്വേഷണ വിവരങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച് കേന്ദ്രവും ആദായനികുതി വകുപ്പും. മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് ഉൾപ്പെട്ടിട്ടുള്ള CMRL മാസപ്പടി കേസിൽ നിർണായക വാദങ്ങളാണ് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത്. SFIO അന്വേഷണത്തിൽ 185 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിന്മേൽ മറ്റന്വേഷണം പാടില്ലെന്ന വാദം നിലനിൽക്കില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് CMRL നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതിയാണ്. CMRL ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി അഴിമതി പണം കണക്കിൽപ്പെടുത്തി. ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചെലവിട്ടെന്ന് വ്യാജ ബില്ലുകളുണ്ടാക്കി. CMRL സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള KSIDCയുടെ ഓഹരി പങ്കാളിത്തമുള്ളതിനാൽ വിഷയം പൊതു താൽപര്യ പരിധിയിൽ ഉൾപ്പെടും. അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും നിയമമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്രവും ആദായ നികുതി വകുപ്പും കോടതിയെ അറിയിച്ചു. SFIOയുടെ അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി വാദം പൂർത്തിയാക്കി കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കെയാണ് കേന്ദ്ര സർക്കാർ നിർണായക വിവരങ്ങൾ അറിയിച്ചത്. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതായത് അത്രയും വലിയ അഴിമതിയാണ് നടന്നത്. ഏതാണ്ട് 185 കോടിയുടെ അഴിമതി എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എക്സാലോജിക് ഉൾപ്പെട്ടിട്ടുള്ള CMRL മാസപ്പടി കേസിലാണ് നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. SFIO നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ, ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ SFIO നടത്തിയ അന്വേഷണത്തിൽ എന്തെല്ലാം വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ഈ അഴിമതി ഏത് രീതിയിലാണ് നടത്തിയിട്ടുള്ളത്, അഴിമതിയുടെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ എഴുതി നൽകിയിട്ടുള്ള വാദങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സാലോജിക് CMRL മാസപ്പടി വിഷയത്തിൽ കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ നിലവിൽ കേസ് നടക്കുന്നുണ്ട്. ആ കേസിന്റെ അന്തിമവാദം ഡിസംബർ 23 പൂർത്തിയായിരുന്നു. കേസ് വിധി പറയുന്നതിനായി ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനു മുൻപായാണ് കേന്ദ്ര സർക്കാരിനോട് വാദങ്ങൾ എഴുതി നൽകാൻ കോടതി ആവശ്യപ്പെട്ടത്. ഇതിന് പ്രകാരമാണ് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഈ വിഷയത്തിന്മേൽ രേഖാമൂലം കോടതിയിൽ ചില വാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്
അഴിമതി നടന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ വിഷയത്തിൽ നിലവിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും CMRലും എല്ലാം തന്നെ വാദിക്കുന്ന ഒരു കാര്യം, യാതൊരു തരത്തിലും അഴിമതി നടന്നിട്ടില്ല, എക്സാലോജിക്കിന് നിയമപരമായിട്ടുള്ള പണമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള, സേവനത്തിന് പകരം പണം ലഭിച്ചു തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് മുൻപോട്ട് വെക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് വളരെ വ്യക്തമായി അഴിമതി നടന്നു. അതും 185 കോടി രൂപയുടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 185 കോടി രൂപയുടെ വലിയ അഴിമതി നടന്നുവെന്ന് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും വ്യക്തമാക്കുമ്പോൾ CMRനും എക്സാലോജിക്കിനും കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും ഈ വിഷയത്തിൽ നിയമാനുസൃതമായ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് ആദായ നികുതി വകുപ്പ് ഇതിനോടകം തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കാരണം 185 രൂപയുടെ അഴിമതി നടന്നു എന്ന് വ്യക്തമാക്കുമ്പോൾ അത് ഏത് രീതിയിൽ നടന്നു എന്നുള്ളതും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജ ബില്ലുകൾ ഉണ്ടാക്കിക്കൊണ്ടും ഒപ്പം ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ചുമാണ് ഈ അഴിമതി പണം CMRL കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏത് രീതിയിലാണ് ഈ പണം വിനിയോഗിച്ചത്, ഈ എക്സാലോജിക്കിന് പണം ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് എന്തിനു ലഭിച്ചു എന്നതും ഒപ്പം ഈ പണം എങ്ങനെ വിനിയോഗിച്ചു എന്നതും സംബന്ധിച്ചുള്ള തുടർ അന്വേഷണം ഉണ്ടാകുമ്പോൾ തീർച്ചയായും CMRലിനും എക്സാലോജിക്കിനും അതിന്റെ ഉടമയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾക്കും ഒപ്പം മുഖ്യമന്ത്രിയിലേക്കും എല്ലാം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം കൊണ്ടുചെന്നെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന അഴിമതി ആരോപണങ്ങളിൽ നേരിട്ടുള്ള അഴിമതിക്ക് പകരം ഏജൻസികൾ വഴി അല്ലെങ്കിൽ മറ്റൊരു കമ്പനി വഴി ഇത്തരത്തിൽ കമ്മീഷൻ പണത്തിലൂടെ അഴിമതി നടക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. അതിന് വലിയ രീതിയിലുള്ള തെളിവാണ് ഇപ്പോൾ SFIO അന്വേഷണത്തിന്റെ കണ്ടെത്തലിലൂടെ കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി സർക്കാരിന്റെ വിവാദ മദ്യനയം കാരണം ഖജനാവിന് നഷ്ടമുണ്ടായെന്ന് CAG റിപ്പോർട്ട്. മദ്യനയത്തിലെ ക്രമക്കേടുകളിൽ ഖജനാവിന് 2026 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായെന്നും ലൈസൻസ് അനുവദിച്ചതിൽ വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ട്. നേരത്തെ അഴിമതിക്കെതിരെ പോരാടിയ കെജ്രിവാൾ ഇന്ന് സ്വന്തം അഴിമതി കേസുകളിൽ ഉത്തരം നൽകേണ്ട അവസ്ഥയാണെന്ന് BJP വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ പുറത്തുവന്ന CAG റിപ്പോർട്ട് ഡൽഹി ആം ആദ്മി സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. 2021 കെജ്രിവാൾ സർക്കാർ അവതരിപ്പിച്ച മദ്യനയത്തിലെ ക്രമക്കേടുകൾ കാരണം സർക്കാർ ഖജനാവിന് 2026 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ്. ലൈസൻസ് അനുവദിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. സർക്കാരിന്റെ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു. വിദഗ്ധ പാനലിന്റെ നിർദ്ദേശങ്ങൾ പോലും പൂർണ്ണമായും അവഗണിച്ചെന്നും CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിക്കാൻ ആം ആദ്മി ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും മുൻപ് അഴിമതിക്കെതിരെ പോരാടിയ കെജ്രിവാൾ ഇന്ന് സ്വന്തം അഴിമതി കേസുകളിൽ ഉത്തരം നൽകേണ്ട അവസ്ഥയാണെന്നും BJP MP അനുരാഗ് സിംഗ് ठाकुर പറഞ്ഞു. अगर पॉलिसी इतनी अच्छी थी भाई वापस क्यों ली? और अगर आपको डर नहीं तो CNG की रिपोर्ट पे आपने टेबल क्यों नहीं की और अब जवाब क्यों नहीं देते हो? और मेरा दूसरा सवाल यह है कि जब आप राजनीति में नहीं थे तब तो आप 2G घोटाले और बाकी सब पे गला फाड़ फाड़ के कहते थे कि सोनिया गांधी को जेल के अंदर करो, CBI उनका रिमांड ले और सच्चाई बाहर आएगी. आज वो अरविंद केजरीवाल कहां चले गए जो आज से 11 साल पहले बड़ी बड़ी डींके हाथ. മദ്യനയ അഴിമതിയിലൂടെ 600 കോടിയിലധികം രൂപയുടെ അഴിമതി പണം ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റിയെന്ന് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാളാണ് അഴിമതിയുടെ സൂത്രധാരനെന്നും കുറ്റപത്രത്തിൽ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് നിലവിൽ പുറത്തുവന്ന CAG റിപ്പോർട്ട്. വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ആം ആദ്മിയെ പിന്തുണച്ച കോൺഗ്രസും CAG റിപ്പോർട്ട് പുറത്തുവന്നതോടെ കെജ്രിവാളിനെതിരെ വിമർശനം ഉന്നയിച്ചു. കെജ്രിവാൾ അഴിമതി നടത്തിയെന്ന് വ്യക്തമായതായി ന്യൂഡൽഹി കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് പറഞ്ഞു. ജനം, ഡൽഹി. ആഘോഷനിറവിൽ അയോധ്യ. പ്രാണപ്രതിഷ്ഠയുടെ 1ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. രാംലല്ലയുടെ വിഗ്രഹത്തിൽ പ്രത്യേക അഭിഷേകവും പൂജകളും നടന്നു. നൂറ്റാണ്ടുകളുടെ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഫലമാണ് രാമക്ഷേത്രമെന്ന് പ്രാണപ്രതിഷ്ഠയുടെ വാർഷികത്തിൽ ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.
രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയുടെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് സരയൂ നദിക്കരയിൽ വീണ്ടും ഒരു ഉത്സവത്തിന് കൊടിയേറി. ശ്രീരാമചന്ദ്ര ഭഗവാൻ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം സ്വന്തം ജന്മഗൃഹത്തിലെത്തിയതിന്റെ വാർഷികം ആഘോഷമാക്കുകയാണ് അയോധ്യ നിവാസികളും ഹിന്ദു സമൂഹവും. ക്ഷേത്രത്തിൽ രാംലല്ലയുടെ വിഗ്രഹത്തിൽ പ്രത്യേക അഭിഷേകവും ആരതിയും പൂജകളും നടന്നു. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഭക്തരും സന്യാസി സമൂഹവും ക്ഷേത്ര നഗരിയിലെത്തി. ശുക്ലയജുർവേദത്തിലെ മന്ത്രങ്ങൾ ചൊല്ലുന്ന അഗ്നിഹോത്രത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 11 ആചാര്യന്മാരുടെ സംഘമാണ് 3 ദിവസത്തെ പ്രത്യേക പൂജകൾക്ക് കാർമ്മികത്വം വഹിക്കുക. 3 ദിവസം ശ്രീരാമരാഗ് സേവയും ശ്രീകോവിലിന് സമീപമുള്ള മണ്ഡപത്തിൽ വിവിധ കലാരൂപങ്ങളും അരങ്ങേറും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ 1-ാം വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. നൂറ്റാണ്ടുകളുടെ ത്യാഗത്തിനും തപസ്സിനും പോരാട്ടത്തിനും ശേഷമാണ് രാമജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാനായത്. രാമക്ഷേത്രം നമ്മുടെ സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും മഹത്തായ പൈതൃകമാണെന്നും വികസിത ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ രാമക്ഷേത്രം പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത്. ജനം, ഡൽഹി. 2005-ൽ തനിക്ക് അമേരിക്ക വിസ നിഷേധിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോടുള്ള അവഹേളനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തെയും ഭാരതത്തെയുമാണ് അവഹേളിച്ചത്. വ്യാജവാർത്തകരുടെ അടിസ്ഥാനത്തിലായിരുന്നു US നടപടി. വിസ നിഷേധിച്ചവർ ഭാരതത്തിന്റെ വിസയ്ക്കായി കാത്തുനിൽക്കുന്ന കാലം വരുമെന്ന് അന്ന് പറഞ്ഞതായും പ്രധാനമന്ത്രി ആദ്യ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ ഓർത്തെടുത്തു. 2005-ൽ അമേരിക്ക വിസ നിഷേധിച്ചത് സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭാരതത്തോടും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയോടും നടത്തിയ അവഹേളനമായിരുന്നു അത്. വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ US സർക്കാർ തീരുമാനം എടുക്കുകയായിരുന്നു. വ്യക്തിപരമായി അമേരിക്കയിൽ പോകുന്നതും പോകാതിരിക്കുന്നതും വിഷയമല്ല. വിസ നിഷേധിച്ചത് ഒരു മുഖ്യമന്ത്രിക്കായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മുഖ്യമന്ത്രി ഡെമോക്रेटिक इलेक्टेड गवर्नमेंट का और अमेरिकन सरकार ने मुझे वीजा देने से मना कर दिया था. व्यक्ति के जीवन में तो मेरे लिए कोई अमेरिका जाना नहीं जाना कोई बड़ी चीज है, मैं पहले भी जा चुका था, कोई बहुत मेरे थे. लेकिन एक इलेक्टेड गवर्नमेंट और एक स्टेट का अपमान, एक देश का अपमान मैं फील करता था और मुझे मन में कसक थी कि क्या हो रहा है. जस्ट कुछ लोगों ने झूठ चला दिया, इसलिए ये निर्णय हो गए. दुनिया में ऐसे चलती है दुनिया. ഭാരതത്തിന്റെ വിസയ്ക്കായി ലോകം കാത്തുനിൽക്കുന്ന ദിവസം വരും എന്ന നിലപാടാണ് അന്ന് അറിയിച്ചത്. ഇന്ന് അത് യാഥാർത്ഥ്യമാകുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मेरे मन में एक भाव था, लेकिन उस दिन मैंने प्रेस कॉन्फ्रेंस की और मैंने कहा कि आज अमेरिकन गवर्नमेंट ने मेरा वीजा रद्द किया है. जो कहना था मैंने कहा, लेकिन मैंने एक बात कही, मुझे कुछ सवाल पूछा गया. मैंने कहा देखिए, मैं अब ऐसा हिंदुस्तान देखता हूं कि दुनिया वीजा के लिए लाइन में खड़ी रहेगी. 2005 का मेरा स्टेटमेंट है और आज 2025 में हम पहुंच रहे हैं. मैं बोल रहा हूं तो मुझे दिखता भी है कि अब समय भारत का है. ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾക്കൊപ്പം കൃത്യമായ നിലപാട് കൂടിയാണ് പ്രധാനമന്ത്രി വിസ നിഷേധിച്ച് സംബന്ധിച്ച് നടത്തിയത്. പ്രധാനമന്ത്രിയുടെ ആദ്യ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. നാഷണൽ ഡെസ്ക്, ജനം. വേദനകൾ മനസ്സിലൊതുക്കിയാണ് ആക്രമണം നടന്ന ഗോദ്ര സന്ദർശിച്ചതെന്ന് പ്രധാനമന്ത്രി. ദുഃഖം എല്ലാം ഉള്ളിലൊതുക്കി ഗോദ്രയിൽ മുഖ്യമന്ത്രി എന്ന ചുമതല നിർവഹിക്കുകയായിരുന്നു. VIP ഹെലികോപ്റ്റർ ഇല്ലാതിരുന്നിട്ടും സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചെറിയ ഹെലികോപ്റ്ററിൽ സംഭവസ്ഥലം സന്ദർശിക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പറഞ്ഞു. MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട് ദിവസങ്ങൾക്കകമാണ് ഗോദ്ര കലാപം നടക്കുന്നത്. ഉടൻ സംഭവസ്ഥലത്തേക്ക് തിരിക്കുകയായിരുന്നു. വേദന നിറഞ്ഞ കാഴ്ചകളായിരുന്നു കലാപഭൂമിയിൽ. മുഴുവൻ വേദനയും മനസ്സിലൊതുക്കി മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയായിരുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. अब वो दर्दनाक दृश्य, इतने डेड बॉडी है, सब कल्पना कर सकते. मैं भी इंसान हूं, मुझे भी सब कुछ हुआ जो होना था, लेकिन मुझे मालूम था कि मैं एक ऐसे पद पर बैठा हूं कि मुझे मेरे इमोशंस को, मेरी ये जो नेचुरल टेंडेंसी मनुष्य की होती है, उन सबसे बाहर रहना होगा, सबसे ऊपर रहना होगा. അടിയന്തരമായി സംഭവ സ്ഥലത്തെത്താൻ ഹെലികോപ്റ്റർ ലഭ്യമായില്ല. ലഭ്യമായ ചെറിയ ഹെലികോപ്റ്റർ VIP യാത്രയ്ക്ക് ഉപയോഗിക്കാനാവില്ലെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അത്തരം എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റെടുത്ത് ആ ചെറിയ ഹെലികോപ്റ്ററിൽ തന്നെ യാത്ര തിരിക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मेरी MLA की आयु 3 दिन थी और अचानक गोधरा में इतना बड़ा कांड की खबर आने लगी.
ट्रेन में आग लगी है, धीरे धीरे खबर आई मरने। तो मैं बहुत ही स्वाभाविक जो भी रेस्टलेस का हो जो भी, क्योंकि मैं चिंतित था। मैं हाउस में था, हाउस में मैं निकलते ही मैंने कहा भाई मैं गोधरा जाना चाहता हूँ। तो मैंने कहा यहाँ से बड़ौदा जाएंगे, बड़ौदा से हम हेलीकॉप्टर लेंगे। तो बोले हेलीकॉप्टर तो है नहीं। तो मैंने कहा किसी का देखो। तो ओएनजीसी का शायद था, तो सिंगल इंजन था। तो उन्होंने मना कर दिया, वीआईपी को नहीं ले जा सकते। मैंने कहा मैं वीआईपी नहीं हूँ, मैं कॉमन मैन हूँ, मैं जाऊँगा। तो बड़ा झगड़ा हुआ हमारा। मैंने कहा मैं लिखित देता हूँ, जो कुछ भी होगा मेरी जिम्मेवारी है, मैं सिंगल എഞ്ചിൻ ഹെലികോപ്റ്റർ से जाऊंगा। ഗോത്ര കലാപഭൂമിയിലെ ദുഃഖകരമായ കാഴ്ചകൾ കാലങ്ങളോളം മനസ്സിൽ വേദന നിറച്ചുവെന്നും നരേന്ദ്രമോദി ആദ്യ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം. വിവേകാനന്ദ ജയന്തി ദിനമായ നാളെ യുവാക്കൾക്കൊപ്പമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാളത്തെ ദിനം മുഴുവൻ യുവാക്കൾക്കൊപ്പം ചെലവഴിക്കുമെന്ന് മോദിയുടെ എക്സ് പോസ്റ്റ്. വികസിത ഭാരതത്തിനായി യുവാക്കൾക്കൊപ്പം ചർച്ചകൾ നടത്തുമെന്നും പ്രധാനമന്ത്രി. ഡൽഹിയിൽ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന തുടരുകയാണ്. ജഗ്പൂരിൽ നിന്നും മയക്കുമരുന്നുമായി 2 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു. പിടിയിലാകുന്നവരെ മുഴുവൻ നാടുകടത്തുമെന്നും സൗത്ത് വെസ്റ്റ് ജില്ലയിൽ നിന്ന് മാത്രം 30 അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കി. ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുടെ നിർദ്ദേശപ്രകാരം രാജ്യതലസ്ഥാനത്ത് പ്രത്യേക പരിശോധന തുടരുകയാണ്. ജംഗ്പുരയിൽ നടത്തിയ പരിശോധനയിലാണ് 8 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി 2 അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടിയത്. ഹമീദുൾ, നസീമ എന്നിവരാണ് പിടിയിലായതെന്നും ഇവരെയും നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുമെന്നും പോലീസ് അറിയിച്ചു. വിവിധ സ്റ്റേഷൻ പരിധിയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിശോധന 2 മാസം തുടരാനാണ് ഡൽഹി പോലീസിന്റെ തീരുമാനം. പിടിയിലാകുന്നവരെ മുഴുവൻ ആഭ്യന്തര മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് നാടുകടത്തൽ നടപടി സ്വീകരിക്കും. സൗത്ത് വെസ്റ്റ് ജില്ലയിൽ നിന്ന് മാത്രം ഇതുവരെ 30 അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചു. അസം, ത്രിപുര, മേഘാലയ ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖലയിലും മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ പരിശോധന തുടരുകയാണ്. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ബംഗ്ലാദേശി പൗരന്മാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നുണ്ടെന്ന് സുരക്ഷാ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ജനം, ഡൽഹി. പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ കള്ളക്കടത്ത് സംഘത്തെ നേരിട്ട് BSF. മാൽഡ മേഖലയിൽ നവാഡ ബോർഡർ ഔട്ട്പോസ്റ്റിലാണ് സംഭവം. സൈന്യത്തെ ആക്രമിച്ച് കള്ളക്കടത്ത് നടത്താൻ ശ്രമിച്ചവർക്കെതിരെ BSF ഉദ്യോഗസ്ഥർ വെടിയുതിർത്തു. വ്യാജ മദ്യക്കടത്തുകാരാണ് ആക്രമണം നടത്തിയത്. 572 കുപ്പി അനധികൃത മദ്യവും ആയുധങ്ങളും കള്ളക്കടത്തുകാരിൽ നിന്നും പിടിച്ചെടുത്തതായി സൈന്യം അറിയിച്ചു. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണവുമായി ISRO മുൻപോട്ട്. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 230 മീറ്ററായി കുറച്ചു. ISROയെ സംബന്ധിച്ച അടുത്ത ഘട്ടം നിർണായകമാണ്. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ കൂടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട. തീർച്ചയായും സുരേഷ്, ഏറെ നിർണായകമാണ് ഈ ഘട്ടം എന്നത് വളരെ കൃത്യമാണ്. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ 2 സാറ്റലൈറ്റുകൾ, ഒരു സാറ്റലൈറ്റ് മറ്റൊരു സാറ്റലൈറ്റിൽ യോജിക്കുന്ന ഈ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഡോക്കിംഗ് നടക്കുന്നതിൻ്റെ ഏറ്റവും അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ ISRO എത്തിയിരിക്കുന്നു. ISROയുടെ സ്പേഡെക്സ് ഉപഗ്രഹങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ISRO അറിയിക്കുന്നത്. 230 മീറ്റർ മാത്രമാണ്, അതായത് ഭൂമിക്ക് മുകളിൽ ഏതാണ്ട് 470 കിലോമീറ്ററോളം ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ 230 മീറ്റർ മാത്രം അകലത്തിൽ ഒന്നിന് പുറകെ ഒന്നായി ഈ 2 ഉപഗ്രഹങ്ങളും ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 ഉപഗ്രഹങ്ങളും കൃത്യമായി ഒന്നാകുന്ന അല്ലെങ്കിൽ ഡോക്ക് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെയാണ് ഡോക്കിംഗ് എന്ന് വളരെ കൃത്യമായി നമുക്ക് അറിയാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സാങ്കേതികമായ ഒരുപാട് തികവുകൾ ആവശ്യമുള്ള ഒരു പരീക്ഷണവുമാണ്. ഈ പരീക്ഷണം അനിവാര്യമാണ്. ഭാവിയിൽ ഉണ്ടാകുന്ന പല പ്രവർത്തനങ്ങൾ, സ്പേസിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് ബഹിരാകാശ സ്റ്റേഷൻ, അതായത് സ്പേസ് സ്റ്റേഷൻ എല്ലാം തന്നെ അവിടെ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് ഇത്തരത്തിൽ പല ഘടകങ്ങളായി കൊണ്ടുപോകുന്നത് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ആ നടപടിക്കെല്ലാം തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗവേഷണമാണ് ഈ നടക്കുന്ന ഗവേഷണം. അതുകൊണ്ട് തന്നെ ഇത് ഏറെ പ്രാധാന്യമുള്ളതുമാണ്. നമുക്കറിയാവുന്നതാണ്, ഡോക്കിംഗ് പരീക്ഷണം നടത്താൻ നേരത്തെ ലോഞ്ച് സമയത്ത് നിശ്ചയിച്ചിരുന്നത് ജനുവരി 7 ആയിരുന്നു. പിന്നീട് അത് 9 മാറ്റുകയും 9 മാറ്റിയപ്പോൾ ഉണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് അതിൻ്റെ പ്രൊപ്പൽഷൻ, ഒരു
ടാർഗറ്റ് ഉപഗ്രഹത്തിലേക്ക് ചേസറിനെ ഘടിപ്പിക്കുന്ന ആ ഒരു മൂവ്മെൻ്റാണ് നടക്കുക. ആ ചേസർ മൂവ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് കൂടുതൽ ശക്തമായി ത്രസ്റ്ററുകൾ, അതായത് ഈ നോസിലുകൾ, അതിൽ നിന്നും ഈ മുന്നോട്ട് ചലിപ്പിക്കുന്ന നോസിലുകളിൽ നിന്നും കൂടുതൽ എനർജി പുറത്തോട്ട് വരികയും കൂടുതൽ ത്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യത്തിൽ കുറേ അധികം ദൂരം, അതായത് പ്രതീക്ഷിച്ചതിൽ 225 മീറ്ററിലേക്ക് ചുരുക്കാൻ, അന്തിമഘട്ടത്തിൽ 225 മീറ്ററിലേക്ക് ചുരുക്കാനുള്ളൊരു നീക്കത്തിനിടെ ഇത് 225 മീറ്ററിന് കടന്നുപോയ ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ കടന്നുപോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ബഹിരാകാശമാണ്, ശൂന്യാകാശമായ ഒരു പ്രദേശവുമാണ്, ഗുരുത്വാകർഷണ ബലമില്ലാത്ത പ്രദേശവുമായതിനാൽ തന്നെ നേരിയൊരു ചലനം പോലും വലിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇനർഷ്യ നേരിട്ട് ചെന്ന് ഈ രണ്ട് ഉപഗ്രഹങ്ങളും കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ കുറേ സങ്കീർണമായ ഉപകരണങ്ങൾ കൃത്യമായി ഡോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടിച്ചേരുന്ന, അറ്റാച്ച്ഡ് ആവുന്ന ഒരു സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായി ഇത് അയക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി 230 മീറ്ററിലേക്ക് ഇപ്പോൾ താഴ്ത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് 1.5 കിലോമീറ്ററിൽ നിന്നും 500 മീറ്ററിലേക്കും ഇപ്പോൾ 230 മീറ്ററിലേക്കും ആക്കിയിരിക്കുന്നത്. തുടർ ദിവസങ്ങളിൽ ഡോക്കിംഗ് നടക്കുമെന്ന് തന്നെയാണ് ISRO അറിയിക്കുന്നത്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറക്കും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകി. ലോസ് ഏഞ്ചൽസിൽ നാശം വരച്ച് കാട്ടുതീ പടരുകയാണ്. ഇതുവരെ 11 പേരുടെ മരണം സ്ഥിരീകരിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കുന്നതായി അധികൃതർ അറിയിച്ചു. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്.